ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ കിട്ടുന്ന വചനങ്ങളില്ലേ, അത് വേണമെങ്കിൽ ഇടയ്ക്കൊരു വചനക്കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചോ. എന്ന് പറഞ്ഞാൽ ഓരോ നന്മറിഞ്ഞ് ചെല്ലുന്നതിന് മുമ്പ് ഈ വചനം പറയുക. അപ്പോൾ ഈ 50 പ്രാവശ്യം അപ്പോൾ കൊന്തേ പറയണ്ടേ. അപ്പോൾ ആ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറി, പിന്നെ മരിച്ചാലും മറക്കില്ല. അങ്ങനെ പറഞ്ഞ ഒരാളുണ്ട്. ആരാ? വിശുദ്ധ എഫ്രാസ്യാമ്മ. മരിച്ചാലും മറക്കില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിങ്ങളോട് സംസാരിക്കാൻ പ്രചോദിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സപ്പറ പ്രാർത്ഥനയില്ലേ. സപ്പറ എന്ന് പറഞ്ഞാൽ പിടി കിട്ടിയാ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഭാത പ്രാർത്ഥനയില്ലേ. സീറോ മലബാർ എല്ലാത്തിലും ഉണ്ട്. സീറോ മലബാർ സഭയുടെ പ്രഭാത പ്രാർത്ഥന സപ്പറ പ്രാർത്ഥനയിലെ ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങേ പരിപാലനം എത്രയോ സുത്യർഹമാകും. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങയെ ആശ്രയിക്കുകയും അങ്ങേ തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല. എങ്ങനെയാണ് പ്രാർത്ഥന ഉണ്ടാകുന്നത്? എൻ്റെ സഹോദരങ്ങളെ, സഭാപിതാക്കന്മാരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകി അനേകം കാലഘട്ടങ്ങൾ പ്രാർത്ഥിച്ചുണ്ടായിരുന്നൊരു പ്രാർത്ഥനയാണ് പിന്നെ റിട്ടേൺ ഫോമിലേക്ക് വരുന്നത്. അപ്പോൾ അത് അച്ചട്ടാണ്, വചനപ്രകാരമാണ്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹമാണ് പെട്ടെന്ന് നിങ്ങൾ ഡൗൺ നിരാശപ്പെട്ടു പോകും അല്ലേ ചിലപ്പോൾ. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടാതിരിക്കണമെങ്കിൽ, അല്ല നിരാശ എന്ന് കയറണമെന്നാണ് ചെയ്യേണ്ട കാര്യം എന്നറിയാം. ഒന്ന്, കർത്താവിനെ ആശ്രയിക്കണം. എന്താണെങ്കിലും ശരി ആശ്രയിക്കണം, കയറിപ്പോരാൻ. പിന്നെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്നറിയാം, തിരുനാമം എപ്പോഴും വിളിച്ചപേക്ഷിക്കണം. ഈശോയെ എന്നുള്ള നാമം, ഈശോയെ എന്നുള്ള നാമം, ഈശോയെ എന്നുള്ള നാമം സദാ നാവിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. എന്ത് പ്രശ്നം ഉണ്ടായാലും കർത്താവ് കരുതുന്നേ. ഇതിനു മുമ്പ് എത്രയോ കർത്താവ് കരുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, കർത്താവിനെ ആശ്രയിക്കുകയും അവിടുത്തെ തിരുനാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്താൽ ഒരിക്കലും നിരാശരാവുകയില്ല. ഈശോയെ പ്രാർത്ഥിക്കുകയാണ്, നിരാശയ്ക്ക് അടിമപ്പെട്ട ഓരോ ഹൃദയങ്ങളിൽ നിന്ന് നിരാശയുടെ അരൂപികൾ, നിരാശയുടെ സ്വാധീനങ്ങൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുമാറട്ടെ. ഈശോയെ പ്രത്യാശ കൊണ്ട് നിറയട്ടെ. റോമ 5:5 പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.